14 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരാണ് ഈ 14 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളത്? എൻ്റെ വീട്ടിലെ, എൻ്റെ നാട്ടിലെ, എൻ്റെ പഞ്ചായത്തിലെ, എൻ്റെ ജില്ലയുടെ, എൻ്റെ സ്റ്റേറ്റിൻ്റെ, എൻ്റെ ഇന്ത്യ എന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്താണ് 14നും 25 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ. ആ കുട്ടികളുടെ കേരളത്തിലെ രണ്ടാമത്തെ മരണ കാരണം സൂയിസൈഡാണ്. 7, 8, 9, 10, 12 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. രണ്ടാമത്തെ ഇതിൽ ഏറ്റവും വലിയ സൂചകം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് വിചാരിച്ചിരിക്കുക എന്ന് എനിക്കറിയില്ല, കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം, എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും നമ്മളെ മനസ്സും നമ്മുടെ ശരീരവും മരവിച്ച് നിൽക്കുമാറുള്ള ഏറ്റവും മാരകമായ കുറ്റകൃത്യം കേരളത്തിൽ എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? ഏതെങ്കിലും മാർക്കറ്റിലാണോ? ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലാണോ? ഏതെങ്കിലും തിയേറ്ററിലാണോ? അല്ല, കേരളത്തിലെ വീടുകളിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം നടക്കുന്നത്. ആ കുറ്റകൃത്യം ചെയ്യുന്നതാരാണ്? ആ വീട്ടിലെ അച്ഛനോ മകനോ ആണെന്നുള്ളതാണ്. ഈ അടുത്ത ഏറ്റവും പുതിയ 8ഓളം കേസുകൾ ആ വിഭാഗത്തിൽ പഠനത്തിന് തന്നെ എടുത്തിരിക്കുന്നു. അതിൽ തൃശ്ശൂരത്തെ കേസ് ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ഒരു പേരക്കുട്ടി തൻ്റെ ഗ്രാൻഡ്പയെയും ഗ്രാൻഡ്മയെയും, തൻ്റെ മുത്തച്ഛനെയും മുത്തച്ഛയും, വെല്ലുമ്മയെയും വെല്ലുപ്പയെയും വെട്ടി മുറുക്കി കൊലപ്പെടുത്തിയ കേസ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. സാധാരണ കുട്ടികളുടെ കേസിന് അത്ര പ്രചാരണം കൊടുക്കാറില്ല. അത് 18 സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ മാറാരോഗം. നമുക്കറിയാം, കേരളത്തിൻ്റെ എല്ലാ മികച്ച എല്ലാ രീതിയിലും പുരോഗതിയുമുള്ള ഒരു സ്ഥലമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് പേരിട്ട് വിളിക്കുന്നു. വളരെ ശരിയാണ്. ലോകത്ത് ഇത്ര ചെറിയൊരു പ്രദേശത്ത് 44 നദികൾ ഒഴുകുന്ന ലോകത്ത് വേറൊരു ഇടമില്ല. പക്ഷെ ആ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ, 27, 28 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ അതിൽ ജെൻഡർ ഇക്വാളിറ്റി കൂടി സാധിച്ചിരിക്കുന്നു. നമ്മൾ ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞത് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ അമ്മമാർക്ക് എല്ലാ അഭിമാനത്തോടെയും അന്തസ്സോടെയും കൂടിയുള്ള തുല്യതയായിരുന്നെങ്കിൽ, ആ തുല്യതയ്ക്ക് പകരം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊരു മെട്രോ നഗരമാണ്. ഞാനൊക്കെ ഒത്തിരി വലിയ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്. മെട്രോ നഗരത്തിൽ എനിക്ക് തോന്നുന്നു ആ ഇക്വാളിറ്റി വിട്ട് നമ്മൾ ന്യൂട്രാലിറ്റി, ലിവിങ് ടുഗദറും, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആത്മഹത്യ നിരക്കുള്ളത് ലിവിങ് ടുഗദറിലെ പെൺകുട്ടികൾക്കാണ്. നോ കമ്മിറ്റ്മെന്റ്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പിരിഞ്ഞു പോകുന്ന. ഈ അടുത്ത തൃക്കാക്കരയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് 1-ലധികം സംഭവങ്ങളും സൂയിസൈഡ് വരെ നടന്നിരിക്കുന്നു. അങ്ങനെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഇനി വീടുകളുടെ നിരാകരണം, വീടുകളിലെ കുടുംബ പ്രശ്നങ്ങളിൽ രാജ്യത്ത് മൊത്തം 146 കോടി 30 ലക്ഷം ആളുകളോളമായി കാണും. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെ അതിലെ കേവലം 3% താഴെ വരുന്ന 3 കോടി 30 ലക്ഷവും ഏകദേശം 60 ലക്ഷം വരുന്ന അന്യ സംസ്ഥാന സഹോദരി സഹോദരങ്ങൾ, അവർ പണിയെടുക്കാനും കൂടി ആയാൽ പോലും 4 കോടിയുള്ളൂ. ആ സ്ഥലത്താണ് നമ്മുടെ 14 ജില്ലയിൽ 28 കുടുംബ കോടതി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒറ്റ വർഷം കൊണ്ട് സ്ത്രീകൾ ആരാണ് കുടുംബ കോടതി കേസ് കൊടുക്കുക? എനിക്കെതിരെ എൻ്റെ മകള്, എൻ്റെ സഹോദരി, എൻ്റെ അമ്മ, ഞാൻ മുഖാന്തരം അവരുടെ അഭിമാനവും അന്തസ്സും ജീവനും ഭീഷണിയായി അവരുടെ ഭവനങ്ങളിൽ ജീവിക്കാൻ വയ്യാതായിരിക്കുന്നു എന്നതുകൊണ്ട് നിയമപരമായി ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് കേരളത്തിലെ അമ്മമാരെ, സഹോദരിമാരെ, പെൺകുട്ടികൾ കൊടുത്ത കേസുകളുടെ എണ്ണം 12 മാസം കൊണ്ട് 52,000ആണ്. 52,000. ഏറ്റവും മികച്ച ഒരു സംസ്ഥാനത്തെ മനുഷ്യര് ഏറ്റവും മോശം അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്നത് കേരളത്തിലേക്ക് ഏതൊക്കെ റീസൺ, അത് പൊളിറ്റിക്കലുണ്ടാകാം, മാഫിയ, നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇതൊരു ഇന്റർനാഷണൽ മാഫിയാണ്. ലോകത്തെ 2ാമത്തെ വ്യവസായം എന്നത് ഇല്ലീഗലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഡ്രഗാണ്. ലോകത്തെ 2ാമത്തെ വ്യവസായം അത് നിയമവിരുദ്ധമായ വ്യവസായമാണ്. പുറത്ത് പറയാൻ പറ്റതാണ്, പരസ്യമായി ചെയ്യാൻ പറ്റാത്തതാണ്. അത് ഡ്രഗാണ്. അതിൽ നല്ലൊരു മാർക്കറ്റായി ഇന്റർനാഷണൽ ലോബി, ഇനി ഏതെങ്കിലും നിരക്കുള്ള പൊളിറ്റിക്കൽ അജണ്ടകളോ ഒക്കെ ഉണ്ടാകാം എന്നുള്ള നിരീക്ഷണങ്ങൾ വരെ നടക്കുന്നു. ആ രീതിയിലേക്ക് കച്ചേരിപ്പടിയിൽ എക്സൈസിന്റെ ഓഫീസിൽ കൗൺസിൽ സെന്ററിലുണ്ട്. അവിടെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്ന് പറയുന്നത് 17 വയസ്സിനും 16 വയസ്സിനും താഴെയുള്ളവരാണ്. അതിന് മുകളിലുള്ള കുട്ടികൾ അപൂർവമാണ്. 14, 13, 14 വയസ്സിലുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ. എക്സൈസ് വകുപ്പിന് 2 ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. 3ാമത്തേത് പെൺകുട്ടികൾക്ക് വേണ്ടി തൃപ്പൂണിത്തറയിൽ പണി പൂർത്തിയായി വരികയാണ്. കാരണം അത്ര കൂടുതൽ പെൺകുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രക്ഷിതാക്കൾ എന്ന നിലക്ക് ഇതിൽ ഏറ്റവും നന്നായി
കഴിയുന്നത് നമുക്കാണ്, ഓരോ രക്ഷിതാക്കൾക്കുമാണ്. കുഞ്ഞിന് മാഷ് പറയും, ലോകം നന്നാവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ലോകം നന്നാവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, സ്വയം നന്നാവുക. എൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് മറ്റൊരാൾക്ക് പ്രകാശം കിട്ടുക. ഇരുട്ടിലൊരു പ്രകാശമായി നിന്നാലാണ് നമുക്ക് തടയാൻ കഴിയുക. എക്സൈസും പോലീസും സാറ് കുറേ ടോൾ ഫ്രീ നമ്പർ പറഞ്ഞ് അതിൻ്റെ കൂടെ ചേർക്കാൻ എക്സൈസിൻ്റെ 144 എന്ന നമ്പറുണ്ട്. ഈ സംസ്ഥാനത്ത് എവിടെയും നിങ്ങൾക്ക് ഇത്തരം ആവശ്യങ്ങൾക്ക് വിളിച്ചു പറയാവുന്ന ടോൾ ഫ്രീ നമ്പറാണ്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് സഹായം ലഭിക്കും. സംസ്ഥാനത്തിൽ എവിടെയാണെങ്കിലും അവിടെ സഹായം കിട്ടുന്ന ടോൾ ഫ്രീ നമ്പറാണ്. കൂടാതെ ഒരു മൊബൈൽ നമ്പറുണ്ട്, 944 17 എന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ആർക്കും ഏത് വിവരങ്ങളും കൊടുക്കാം. 3 മേഖലയിലാണ് ഇതിനകത്ത് പണി നടക്കേണ്ടത്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം, എക്സൈസും പോലീസും NCB ഉൾപ്പെടെ ഇതിനെതിരെ നടത്തുന്ന ശക്തമായ, ഈ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് 9500ഓളം കേസുകൾ, മയക്കുമരുന്ന് കേസുകൾ എക്സൈസ് വകുപ്പ് മാത്രം എടുത്തിരിക്കുന്നു. ഈ ഒക്ടോബർ അവസാനിക്കുമ്പോൾ തന്നെ ഈ ജില്ലയിൽ ഏകദേശം 550ഓളം കേസുകൾ ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തേത് ഇതിനെതിരെയുള്ള നിയമ നടപടികളാണ്. രണ്ടാമത്തെ അവയർനെസ്, ബോധവൽക്കരണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. 18, നേരത്തെ സാറ് പറഞ്ഞ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ എനിക്ക് എത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഓരോ രക്ഷിതാക്കളും, സാറ് പറഞ്ഞ എല്ലാ സൗകര്യങ്ങളുണ്ട്, നമ്മൾ മൊബൈലും ബൈക്കും എല്ലാം മേടിച്ചു കൊടുക്കും. പക്ഷെ എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ മാസത്തിൽ 2 തവണ പോയാൽ എത്ര രക്ഷിതാവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകും? ഒന്നാമത്തെ പേരൻറ്റിങ് അതാണ്. രണ്ടാമത്, എൻ്റെ കുട്ടി സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ എത്ര ദിവസം അവളുടെ ബാഗ് മേടിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അതൊന്ന് കൊട്ടിക്കളഞ്ഞ് ഞാൻ പരിശോധിച്ചിട്ടുണ്ടാവും. സഹായമാണിത്, പരിശോധനയല്ല. ആ കുട്ടി ഒരു വഴിക്കും പോവില്ല. അവൾ കിടക്കാൻ. കേരളത്തിലെ ടീനേജിലുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ അപകടം പറ്റുന്നത് എവിടെ വെച്ചാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുക? അവർ സ്കൂളിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ മാർക്കറ്റിലോ റോഡിലോ വെച്ചല്ല, തിയേറ്ററിലോ വെച്ചല്ല. നമ്മുടെ പെൺകുട്ടികൾ വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ അവരുടെ ബെഡ്റൂമിൽ പോയതിനു ശേഷമാണ് കേരളത്തിലെ ടീനേജിലെ പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ അപകടം പറ്റിയ കുട്ടികളെ ചികിത്സിക്കുകയും അവരെ പരിചരിക്കാനും അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനും അനവധി അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങൾ കണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കിടക്കാൻ പോകുമ്പോൾ അവരുടെ ബെഡ്റൂമിൽ പോകണം. ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് കിടത്തിയിട്ട് 2 മിനിറ്റ് അവരോട് കൂടെ കിടന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റണം. എന്നിട്ട് വെളുപ്പിന് എണീക്കണം, പഠിക്കണം എന്ന് പറയാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഇതൊന്നും പറ്റാതെ മൊബൈലും അല്ലെങ്കിൽ ബൈക്കും നല്ല ഫുഡും നല്ല ഡ്രസ്സും അല്ലേ, പഠിക്കാനുള്ള റൂമും പഠിക്കുമ്പോൾ ഇടാനുള്ള ലൈറ്റും ഫ്ലാസ്കും ഒക്കെ മേടിച്ചു കൊടുത്ത് ഈ ഉപകരണങ്ങളാണ് എൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അടയാളം എന്ന് രക്ഷിതാക്കൾ കേരളത്തിൽ വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നാമതായി തിരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ഇങ്ങനെ ആരെങ്കിലും കുട്ടി പെട്ടുപോയാൽ അവരെ നമുക്കതൊരു രോഗമായി കണ്ട് പരിചരിക്കാൻ കഴിയേണ്ടതുണ്ട്, ചികിത്സിക്കാൻ കഴിയേണ്ടതുണ്ട്. സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെയും അതുപോലെ പോലീസിൻ്റെ യോദ്ധാ പോലുള്ള പദ്ധതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 14 ജില്ലകളിലും എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷന്റെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. എറണാകുളം ജില്ലയിൽ അത് 2 എണ്ണമുണ്ട്, മൂവാറ്റുപുഴയിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് ചേർന്ന്. മൂന്നാമത്തേത് തൃപ്പൂണിത്തറയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പണി പൂർത്തിയായി വരുന്നു. കൂടാതെ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. 3 സോണിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും നമുക്ക് കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്. എറണാകുളത്ത് കച്ചേരിപ്പടിയിൽ എക്സൈസ് കോംപ്ലക്സിന്റെ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കൗൺസിലിംഗ് സെന്ററാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞ്, നമ്മുടെ ആരെങ്കിലും ഒരാൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു രോഗമായി കണ്ട് നമുക്ക് ചികിത്സിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ഒഴിവാക്കുന്നതിന് പകരം, അവരൊരു സാമൂഹ്യ ദ്രോഹിയായി കണ്ട് പുറന്തള്ളുന്നതിന് പകരം അവരെ ചേർത്ത് പിടിച്ച് രക്ഷിക്കാനുള്ള പണി കൂടി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊരു പബ്ലിക് എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലക്ക്, ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്ക് ഇതിനകത്ത് ഒട്ടനവധി കാര്യങ്ങൾ ഈ 3 മേഖലയിലും യോജിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇത് ലഹരി വർധന മിഷൻ എന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഓരോ പൗരനും സാക്ഷരതാ മിഷൻ പോലെ ഏറ്റെടുക്കണം. ആണോ പെണ്ണോ ആകട്ടെ, കാലം പോയത് പോകട്ടെ, ആകുന്നത്ര പഠിച്ചാട്ടെ എന്ന ക്യാമ്പയിൻ്റെ അവസാനം എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അച്ഛനെ അമ്മച്ചിയെ ഞാൻ സ്വയം അക്ഷരം പഠിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. ആരും നിർബന്ധിച്ചിട്ടില്ല, ആരും ശമ്പളം കൊടുത്തിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഈ ക്യാമ്പയിൻ, അതുപോലെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഓരോ പൗരനും ഏറ്റെടുത്ത് എന്നാൽ കഴിയുന്ന നേരത്തെ റെസിപ്പി അദ്ദേഹം പറഞ്ഞതുപോലെ എന്ത് വിവരമാണോ എനിക്ക് കൊടുക്കാൻ കഴിയുന്നത്, ഈ ഒരു കുട്ടിയാണോ എനിക്ക് ബോധവൽക്കരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടിയാണോ ഇതിൽ പെട്ടുപോയ ആൾക്ക് സഹായിച്ച് ചികിത്സിക്ക് അവനെ റീഹാബ് ചെയ്യാൻ എന്താണ് എനിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ ഫുൾ ടൈം പൊതുപ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകളുള്ള പ്രദേശമാണ് കേരളം. അതിൽ ബഹുഭൂരിപക്ഷം പേരും ഒന്നും പ്രതീക്ഷിക്കാതെ ജനസേവനം ചെയ്യുന്നവരാണ്.
വളരെ അപൂർവം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ബഹുഭൂരിപക്ഷം പേരും രാവും പകലും തൻ്റെ ഫോണും സൗകര്യങ്ങളും ഒക്കെ ഇതിനുപയോഗിക്കും. ഈ 3 മേഖലയും ശക്തമായ പ്രവർത്തനത്തിന് ഈ ക്യാമ്പയിൻ്റെ ഈ ഉദ്ഘാടനമാണ് ഈ നടന്നത്. ഇത് അവസാനമല്ല ഈ നടന്നത്. ഇനിയുള്ള ഓരോ നിമിഷവും എൻ്റെ മകന് വേണ്ടി, എൻ്റെ കുട്ടിക്ക് വേണ്ടി, എൻ്റെ കേരളത്തിന് വേണ്ടി, ഒരു ലഹരി വിമുക്ത നവകേരളത്തിന് വേണ്ടി, ഒരു ലഹരി വിമുക്ത വീടിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു പൗരൻ എന്ന നിലയിൽ ക്രിയാത്മകമായി എക്സൈസിനോടും പോലീസിനോടും പൊതുപ്രവർത്തകരോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.